നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ മാംസാഹാരം ഏതാണ്? പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് ചിക്കൻ ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ ബന്ധുക്കളുടെ വീട്ടില്, സുഹൃത്തുക്കളുടെ വീട്ടില്, കല്യാണത്തിന്, ഗൃഹപ്രവേശത്തിന്, അതല്ലെങ്കിൽ ബർത്ത്ഡേ, വേറെ എന്ത് ആഘോഷം ആയിക്കോട്ടെ, എവിടെ ചെന്നാലും നമുക്ക് ചിക്കൻ കിട്ടുന്നുണ്ട് അല്ലേ? ചിക്കൻ വിഭവങ്ങൾ, അത് ചില്ലി ചിക്കൻ, ചിക്കൻ മഞ്ചൂരിയൻ, ചിക്കൻ 65 എന്ന് പറഞ്ഞ് സ്റ്റാർട്ടർ തുടങ്ങുന്നു. പിന്നെ മുകളായി, കടായി എന്നൊക്കെ പറഞ്ഞ് കുറെ ചിക്കൻ കറികൾ, പിന്നെ ചിക്കൻ ബിരിയാണി, എല്ലായിടത്തും ചിക്കൻ മയമാണ്. ചിക്കൻ ഷവർമയുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാവോ, ഇവരെല്ലാവരും നമുക്ക് തരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണമാണ്. അതായത് റോ ചിക്കൻ നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ മാംസമാണ് ചിക്കൻ്റെത്. കുറെ കാലങ്ങൾക്ക് മുമ്പ്, അതായത് 10-30 വർഷം മുമ്പ്, ഈ ചിക്കൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ഫുഡായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ഈ ബീഫിനെക്കാട്ടിലും മീനിനെക്കാട്ടിലും ഒക്കെ വളരെ വില കൂടിയ ഒരു ഭക്ഷണമായിരുന്നു ഈ ചിക്കൻ. പ്രത്യേകിച്ച് ഈ ബ്രോയിലർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് മേടിക്കുമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ, അല്ലെ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ, പൊതുവേ ഹിന്ദു കല്യാണങ്ങൾക്കല്ല ഞാൻ പറയുന്നത്, ക്രിസ്ത്യൻ ഇസ്ലാം കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അവിടെ എല്ലായിടത്തുള്ള വിഭവങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും. ആ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഒരു ചിക്കൻ്റെ ഒരു കറിയും കൂടെ കാണും. പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണുന്നത് സ്റ്റാർട്ടറായിട്ട് ചിക്കൻ 65, ചിക്കൻ മഞ്ചൂരിയ. ഓരോ വീട്ടിലും നടക്കുന്ന ഓരോ ഫംഗ്ഷന് അല്ലെങ്കിൽ കല്യാണത്തിന് ഒരു വില കൂടിയ ഭക്ഷണ സാധനം അതിഥികൾക്ക് നൽകുക, അങ്ങനെ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണിക്കുക. ആ ലെവലിൽ ചിക്കൻ എപ്പോഴും വളരെ ഉയർന്നു നിന്നൊരു ഭക്ഷണമായിരുന്നു. മട്ടണും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു, യാതൊരു സംശയമില്ല. ഇപ്പോൾ മട്ടന്റെ വില 800 മുതൽ 1000 രൂപ വരെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മട്ടനെ കുറിച്ച് ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല. എങ്കിലും ഈ ചിക്കനെ കുറിച്ച് ചിലത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യം പറഞ്ഞ് ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ ഒരു ബന്ധുവിന്റെ വീട്ടിലോ സുഹൃത്തിന്റെ വീട്ടിലോ ചെല്ലുമ്പോൾ അവർ നമുക്ക് ചിക്കൻ ഭക്ഷണം തരുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണമാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? ഈ ചിക്കനിലൊരു അഡിക്ഷൻ ഉണ്ട്. ഈ ചിക്കൻ കൊടുക്കുന്നുണ്ട് ആർക്കും പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. കാരണം ഇവരിതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. ഈ അഡിക്ഷൻ മൂലം ഉണ്ടാകുന്നൊരു പ്രശ്നമാണിത്. ഏതെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ കാർഡ് അടിക്കുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും താഴെ ഇന്നത്തെ ഡിന്നറിൻ്റെ വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ മത്തിക്കറി, ചോറ്, അല്ലെ അയല വറുത്തത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിഥികൾ ആരെങ്കിലും വരുമോ? എണ്ണം വളരെ കുറഞ്ഞു പോകുന്നതാണ് ഞാൻ പറയുന്നത്. അതേസമയം ചില്ലി ചിക്കൻ എന്നൊക്കെ എഴുതി വെച്ച് ആൾക്കാർ ഇടിച്ചു കയറും. നമ്മളിപ്പോൾ ബീഫ് കറിയോ ബീഫ് ഫ്രൈയോ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് അതിനോട് അത്ര വലിയ റെസ്പെക്റ്റ് ഇല്ല. ശരിയല്ലേ? എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് ഡിന്നറിനൊക്കെ വിളിക്കുമ്പോഴേ ചിക്കൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അവർ വളരെ ഉത്സാഹത്തോട് പറയുമ്പോൾ, സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് കേട്ടോ, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണമാണോ? അതെന്താണെന്ന് അവർ പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അവരും ചിന്തിക്കുന്നില്ല. നമുക്കൊരു പെട്ടെന്നൊരു കമ്പാരിസൺ നടത്താം. ഇന്നത്തെ ചിക്കൻ്റെ വില, മത്തിയുടെ വില, ബീഫിൻ്റെ വില നോക്കാം. ചിക്കൻ്റെ വില 200 രൂപ കിലോ. ഞാൻ പറയുന്നതിൽ ഒരു 5-10 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ പറയുന്നു, ഡ്രസ്റ്റ് ചിക്കൻ ഇന്നത്തെ വില 200 രൂപ. മത്തിക്കോ 230 മുതൽ 250 രൂപ വരെ. വലിയ മത്തിയുടെ കാര്യമാണ് പറയുന്നത്. ബീഫിനാണെങ്കിലോ 400 മുതൽ 450 രൂപ വരെയൊക്കെയാണ്. 480 ഉണ്ടെന്നും ചിലർ പറയുന്നത് കേട്ടു. ഇന്ന് ഞാൻ പല സുഹൃത്തുക്കളോടും ഫോൺ വിളിച്ച് ചോദിച്ചു, ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇന്നത്തെ വിലയൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ 480 എന്നും പറഞ്ഞു. അപ്പോൾ ചിക്കൻ്റെ വിലയെക്കാട്ടിലും ഇരട്ടിയിലധികം വിലയാണ് ഇന്ന് ബീഫിന്. നിനക്കിന്ന് ബീഫ് ഫ്രൈയും ചപ്പാത്തിയും തരാം, അല്ലെ ബീഫ് കറിയും ചോറും തരാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ബന്ധുവോ സുഹൃത്തുക്കളോ നമ്മളെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടോ? അവരും പെട്ടെന്ന് പറയുന്നത് എന്താണ്? ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്, അല്ലെ ചിക്കൻ മഞ്ചൂരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയുള്ളൂ. ഹൈദരാബാദിൽ സെറ്റിലായി ഞാൻ ഇപ്പോൾ ഒരു വെക്കേഷന് കേരളത്തിലുണ്ട്. 2 ആഴ്ചത്തെ വെക്കേഷൻ. ഞാൻ വന്നതുകൊണ്ട് പലരുടെയും വീട്ടിലേക്ക് ഞാൻ വിളിച്ചു. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പല സുഹൃത്തുക്കളും ബന്ധുക്കളും അവരുടെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് ഇൻവിറ്റേഷൻ തന്നു. വളരെ സന്തോഷം. കഴിഞ്ഞ 10 ദിവസത്തിൽ 8 ദിവസം ഞാൻ എവിടെയൊക്കെ പോയോ ആ വീടുകളിൽ എല്ലായിടത്തും, അല്ലെങ്കിൽ ഞാൻ പോയ ഫങ്ഷൻസ്, അവിടെ എല്ലായിടത്തും ചിക്കനാണ്. ഞാൻ മനസ്സിൽ വീണ്ടും ചിരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം. കഴിഞ്ഞ ഞായറാഴ്ച ഒരു വീട്ടിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി. തീരുമാനമായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരണം. വന്നേക്കാം, ശരി. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചു വാട്സപ്പ് വഴി. എനിക്ക് ചിക്കൻ വിഭവങ്ങളൊന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരു കോൾ വന്നു ആ വീട്ടിൽ നിന്ന്. അവിടുത്തെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് വിളിച്ചത്. പ്രമോദ് പറഞ്ഞല്ലോ ചിക്കൻ വിഭവങ്ങളൊന്നും വേണ്ട, എന്താ വല്ല പ്രശ്നമുണ്ടോ, വല്ല പൈൽസോ വല്ലോ? ഇപ്പൊ എനിക്ക് ചിക്കൻ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം നിങ്ങൾ തരണ്ട എന്ന് പച്ചയ്ക്ക് പറയുന്നതിന് പകരം ചിക്കൻ വിഭവങ്ങൾ വേണ്ട എന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞപ്പോൾ
അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് പൈൽസിന്റെ പ്രശ്നമുണ്ടോ എന്ന്. എന്തൊരു ഗതികേടായത്. അത് കഴിഞ്ഞിട്ട് ഭാര്യ കുറച്ചുകൂടെയൊക്കെ വിശദീകരിച്ചു, ഇങ്ങനെ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ ചിക്കനാണ്, അതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ വന്ന പിന്നെ എന്നും ചിക്കൻ തിന്നത് കൊണ്ട് അത് എന്തായാലും പ്രശ്നമില്ല, ചിക്കൻ ഒഴികെ ഇപ്പോൾ വെജിറ്റേറിയൻ ആയാലും പ്രശ്നമൊന്നുമില്ല, അല്ലെ മീൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. പിന്നെ എൻ്റെ ഭർത്താവിനും മട്ടണാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു തമാശ കൂടെ കേൾക്കേണ്ടി വന്നു. അയ്യോ, ഈ മട്ടൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരെ പോകണമല്ലോ, പിന്നെ ഞങ്ങളാണെങ്കിൽ അങ്ങനെ പോകാറുമില്ല, അത് ഇവിടുന്ന് 6-7 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകും. ചിക്കനാണ് വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. ഇത് ആർക്കും ഉപദ്രവം ചെയ്യാത്തൊരു സംഭാഷണമാണ് കേട്ടോ, എന്നാലും അറിയാതെ പറഞ്ഞു പോയൊരു കാര്യമാണ്. ചിക്കനാണെങ്കിൽ വീടിനടുത്തുണ്ട്, മട്ടൺ ആണെങ്കിൽ കുറെ ദൂരമാണ്, ഞങ്ങൾ കാര്യമായിട്ട് അങ്ങോട്ട് പോകാറില്ലായിരുന്നു. അപ്പോൾ ഈ അതിഥിക്ക് കൊടുക്കേണ്ടത് ഏറ്റവും എളുപ്പം കിട്ടുന്നത്, പിന്നെ ബൈ ഡീഫോൾട്ട് അത് ഏറ്റവും വില കുറഞ്ഞതും കൂടി ആയിപ്പോയി അല്ലേ. ഇനി നമുക്ക് കുറെ വർഷം പുറകോട്ട് പോകാം. ഞാൻ മുമ്പേ കല്യാണത്തിനെ കുറിച്ചും ബർത്ത്ഡേ പാർട്ടിയെ കുറിച്ചും ആനിവേഴ്സറിയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് 1985 മുതലുള്ള കാര്യമാണ്. ഞാനൊരു ടീനേജർ ആയിരുന്ന കാലം തൊട്ടുള്ളത്. അന്ന് ആഴ്ചയിൽ ഒരിക്കൽ പോയി ബീഫ് വാങ്ങിക്കുമായിരുന്നു. 10 രൂപയായിരുന്നു കിലോയ്ക്ക്. 85-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ചിക്കൻ്റെ വില 25 രൂപയാണ്. അന്ന് സർക്കാർ ജോലിക്കാരായ എൻ്റെ അപ്പനും അമ്മയും അവർ പറഞ്ഞു, മക്കളെ എന്നും ഈ ചിക്കനൊന്നും മേടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അതുകൊണ്ട് ബീഫ് വാങ്ങിച്ചാൽ മതി. ചിക്കൻ വളരെ ഒരു വില കൂടിയ, അത് വലിയ കാശുകാരൊക്കെ കഴിക്കുന്ന ഒരു സാധനമല്ലേ എന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നൊരു തവണ പറയുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ ഈ ചിക്കൻ്റെ വിലയെക്കുറിച്ചൊരു കമ്പാരിസൺ നടത്തി. എന്നാലും 2 മാസത്തിലൊരിക്കലൊക്കെ ഈ ഒരു 1/2 കിലോ ചിക്കനൊക്കെ എൻ്റെ വീട്ടിൽ വാങ്ങിക്കുമായിരുന്നു. ഇതെല്ലാം ഞാനാണ് പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വിലയൊക്കെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അക്കാലത്ത് ഈ മത്തി എന്ന് പറയുന്ന മീനുണ്ടല്ലോ, അത് തീരെ പാവപ്പെട്ടവൻ്റെ ഭക്ഷണമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ തീരെ പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള കുട്ടികൾ വരുമ്പോൾ അവരുടെ ടിഫിൻ ബോക്സിൽ ചോറ് കാണും, പിന്നെ ഒരു ചെറുപ്പം ഒരു അച്ചാർ പാക്കറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു മത്തി വറുത്തതായിരിക്കും. അന്ന് 1 രൂപയ്ക്ക് 10 മത്തിയൊക്കെ കിട്ടുമായിരുന്നു. ചെറിയ 8-10 മത്തികൾ കിട്ടുമായിരുന്നു. അതേസമയത്ത് ബീഫിൻ്റെ വിലയോ 10 അല്ലെ 12 രൂപ. ചിക്കൻ്റെ വില 25 രൂപയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തൊരു 5 വർഷം കഴിഞ്ഞിട്ട്, ഞാൻ എല്ലാ വർഷത്തെയും കണക്ക് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും, ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക. 1990 ആയപ്പോൾ ഈ ബീഫിൻ്റെ വില 10 രൂപയിൽ നിന്ന് 20 രൂപയിലേക്ക് മാറി. മത്തിയുടെ വിലയും ഏകദേശം ഡബിളായി. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ചിക്കൻ്റെ വില 30 രൂപയായി, അധികം കൂടിയിട്ടില്ല. 95 ആയപ്പോൾ ബീഫിൻ്റെ വില 30 20-ൽ നിന്ന് 30 മത്തിയുടെ വില 10-ൽ നിന്ന് 15 ചിക്കൻ്റെ വില 30-ൽ നിന്ന് 40 അതായത് എല്ലാത്തിൻ്റെയും വളർച്ച ഏകദേശം, വില കൂടുന്നത് ഏകദേശം ഒരുപോലെയാണ്. ഞാനിവിടെ ഒരു ഗ്രാഫും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കുക അതുകൂടെ എങ്ങനെയാണ് വില മുകളിലേക്ക് പോകുന്നതെന്ന്. ഈ 2005 വരെയൊക്കെ വലിയ പ്രശ്നമില്ല. ബീഫിൻ്റെ വില 50 രൂപ, മത്തിയുടെ വില 25 രൂപ, ചിക്കൻ്റെ വില 80 രൂപ. അപ്പം ബീഫും ചിക്കനും ഒക്കെ ഏകദേശം ഒരേ വിലയായി. 2010 ആയപ്പോൾ ബീഫിൻ്റെ വില അതാ കൂടി, ചിക്കനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ബീഫിൻ്റെ വില കൂടി. ബീഫിന് 120, ചിക്കന് 100. 2015 ആയപ്പോൾ ബീഫ് കുറെ കൂടെ ഫാസ്റ്റായിട്ട് ഓടിപ്പോയി, 240 രൂപ വന്നു. ചിക്കനോ 150, 160 നിന്നു. ആ സമയത്തും മത്തി സാധാരണക്കാരൻ്റെ ഭക്ഷണമാണ്, വില കുറവാണ്, 100 രൂപയിലൊക്കെ താഴെയേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് വന്ന മാറ്റമാണ് ശ്രദ്ധിക്കേണ്ടത്. 2015 ആയപ്പോൾ ബീഫിൻ്റെ വില വീണ്ടും കൂടി 240, മത്തിയുടെ വില 100-ലെത്തി, ചിക്കൻ്റെ വില 150. അതായത് ഇപ്പോൾ ചിക്കൻ താഴോട്ടിരിക്കുന്നു, ബീഫ് ഫാസ്റ്റായിട്ട് കയറി പോവുകയാണ്. 2020 വന്നപ്പോൾ ബീഫിൻ്റെ വില 300. 2025 വന്നപ്പോഴത്തേക്കും ബീഫിൻ്റെ വില 350. ഇപ്പോഴത്തെ വില നിങ്ങൾക്കൊക്കെ അറിയാം, 450, 460, 480 ഒക്കെയാണ് ഇന്ന് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ വില. അതേസമയത്ത് ചിക്കൻ്റെ വിലയോ 200 രൂപ അല്ലെ അതിൽ താഴെയാണ്. അപ്പോൾ ചിക്കനെക്കാട്ടിലും ഇരട്ടിയിലധികം വിലയായി ഈ ബീഫിന്. അല്ലെ കല്യാണം നടന്നവർ, സുഹൃത്തുക്കൾ, അവർ നമ്മളെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഒരു ലക്ഷറി ഫുഡ് തരണമെങ്കിൽ ഇന്ന് ബീഫ് ഫ്രൈയും കപ്പ ഉണ്ടാക്കി തരാം, അല്ലെ ബീഫ് ഫ്രൈയും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കി തരാം എന്നല്ലേ പറയേണ്ടത്. അതിന് വരെ അവരുണ്ടാക്കുന്നത് ചിക്കൻ അല്ലേ. എന്നാൽ നമുക്ക് മത്തിയുടെ കാര്യം എടുക്കാം. ഇന്ന് മത്തിക്കറിയും ചോറും ഉണ്ട് എന്ന് പറയുമ്പോൾ മത്തിയുടെ വില ഏകദേശം 250 മുകളിലാണ്. അതിഥിക്ക് വേണ്ടതും ചിക്കൻ, ആതിഥേയർ കൊടുക്കാൻ തയ്യാറാവുന്നതും ചിക്കൻ. ആ വില കുറഞ്ഞ ഭക്ഷണം മതി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വർഷവും മുമ്പോട്ട് ജീവിച്ച് പോകുമ്പോൾ നമ്മളുടെ തന്നെ ആ ഭക്ഷണത്തിന്റെ നിലവാരം കുറയ്ക്കുകയാണ്. അപ്പോൾ ചിലർ ചിന്തിച്ചേക്കും, ഇയാളെന്താ പറയുന്നത്, വില കൂടിയ ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ, അതിലുള്ള പ്രോട്ടീൻ, വൈറ്റമിൻസ് അതൊന്നും നോക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിലും മത്തിയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഉള്ളത്, അല്ലെ ചിക്കനെക്കാട്ടിലും കൂടുതൽ പ്രോട്ടീൻസ് ബീഫിലുണ്ട്. ആ രീതിയിലും ബീഫ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഞാനൊരു ചാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കുക. പ്രോട്ടീൻ്റെ കാര്യത്തിലാണ് ചിക്കനും ബീഫും ഏകദേശം ഒരുപോലെ തന്നെയാണ്. 100 ഗ്രാം ചിക്കനിൽ 31 ഗ്രാം പ്രോട്ടീനാണുള്ളത്. അതേസമയം ബീഫിലാണെങ്കിൽ 33. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കലോറിഫിക് വാല്യൂ, ഏത് കഴിച്ചാലാണ് കൂടുതൽ എനർജി ഉണ്ടാകുന്നത്. ചിക്കൻ കഴിക്കുമ്പോൾ 165 കിലോ കാലറീസേ കിട്ടുന്നുള്ളൂ. അതേസമയത്ത് ബീഫ് കഴിക്കുമ്പോഴോ
അത് 250 260 ആകുകയാണ്. ചിക്കനെക്കാട്ടിലും ഇരട്ടിയിലധികം ഉണ്ട്. അപ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടുന്നത്, എനർജി കിട്ടുന്നത് അതും ബീഫിൽ നിന്ന് തന്നെയാണ്. ഇനി പറയൂ, ഈ ചിക്കൻ കഴിക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും?